ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സെം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളുടെയും റെഗുലർ സ്റ്റുഡൻസിൻ്റെ എല്ലാം റിസൾട്ട് വന്നു. BA, BSc, BCom, BCA തുടങ്ങിയ കോഴ്സുകളുടെയൊക്കെ വന്നു. ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി SDE, BComൻ്റെ BBAൻ്റെയും റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള SDE കോഴ്സുകളുടെ BA, BSc, BCA തുടങ്ങിയിട്ടുള്ള SDE വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെം റിസൾട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, എന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്യുക. ഏകദേശം ഇതിനോടകം നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ട്. SDE വിദ്യാർത്ഥികൾ മറ്റുള്ള കോഴ്സിൽ BA, BSc കുട്ടികൾ 2 ദിവസം വെയിറ്റ് ചെയ്യുക, എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ റിസൾട്ട് വന്നു, മാർക്ക് ഉദ്ദേശത്തിൽ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ട് ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുക്കാൻ മറക്കരുത്. റിവാലുവേഷന് കൊടുക്കേണ്ട ഡേറ്റ് ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസിൻ്റെ BAൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. അത് സെപ്റ്റംബർ 10 റിവാലുവേഷന് കൊടുക്കണം. BA, BSc, SDE വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം SDE വിദ്യാർത്ഥികളുടെ റിവാലുവേഷന് കൊടുക്കേണ്ട ഡേറ്റ് വരുന്നതായിരിക്കും. ഇനി സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വന്ന് ഇതിലും ഫെയിലായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സെമ്മിൻ്റെ സപ്ലിക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ മറക്കരുത്. അത് ഉടനെ ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 1 എക്സാം തുടങ്ങും. അതിൻ്റെ മുമ്പായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് സപ്ലിയുള്ള വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. റെഗുലർ സ്റ്റുഡൻസ് സെക്കൻഡ് സെം ഇനി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം. എക്സാം ഈ സെക്കൻഡ് സെമ്മൊക്കെ റിസൾട്ട് വരാൻ ഫസ്റ്റ് സെം സെക്കൻഡ് സെമ്മിൻ്റെ ഒക്കെ റിസൾട്ട് വരാൻ ഡിലേ ആവാറുണ്ട്. അപ്പോൾ എഴുതുന്നവർ നന്നായി പഠിച്ച് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാം. ഓക്കെ.